ശ്രീമതി മല്ലിക സുകുമാരൻ, ഇന്നലെ താങ്കൾ വളരെ പരസ്യമായി തന്നെ താങ്കളുടെ പ്രതിഷേധം പറഞ്ഞിരുന്നു. പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്താൻ കൂട്ടായുള്ള ശ്രമം നടക്കുന്നുവെന്ന്. ആരാണ് അങ്ങനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത്? എന്താ ഉറക്കം വരുന്നു? സിനിമാ ഫീൽഡിൽ ശത്രുതയുണ്ട്. ഇതിപ്പോ ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നും അല്ല. ഒന്നിനും വിശ്വസിക്കാൻ കൊള്ളില്ല. പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി പ്രതിഷേധം പരസ്യമായി പറയാൻ കാര്യം മേജർ രവിയുടെ പോസ്റ്റാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം, മോഹൻലാലിന് ഈ പടം റിലീസിന്റെ മുന്നേ കാണുന്ന ഒരു സ്വഭാവം ഇല്ല. ദയവ് ചെയ്തിട്ട് എന്നെ അത് വിശ്വസിക്കും. അന്നെന്തിനെടുത്ത് എനിക്കിത് എന്തിന്റെ കേടായിരുന്നു കാര്യം മേജർ രവിയുടെ പോസ്റ്റാണ്. സത്യം പറഞ്ഞാൽ എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വളരെ തുറന്നു പറയാം. നിന്നെ ആരാടാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആരുടെ 16 അടിയന്തരത്തിനാടാ നീ വന്നത്? ഇവൻ ഒരുത്തനാണ് ഇതിനൊക്കെ കാരണം. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. എന്നാണ് പുള്ളി എഴുതിയത്. മോഹൻലാൽ കരഞ്ഞോണ്ടിരിക്കുന്നു, മാപ്പ് എഴുതി വെച്ചിട്ടുണ്ട്, 2 ദിവസം കഴിയുമ്പോ തരാം, പാവം, അയ്യോ നിങ്ങളോട് മാപ്പ് പറയാൻ പോവുകയാണ്. രാമദാസ മോനെ, നീ പറഞ്ഞത് നീ എത്ര പുളി വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുക ഞാൻ അദ്ദേഹം പൃഥ്വിരാജ് അവരെല്ലാരും കൂടെ ചതിച്ചതാണ്, അദ്ദേഹം അറിഞ്ഞില്ലെന്ന്. മോഹൻലാൽ അത് പറയൂ, ആന്റണി പെരുമ്പാവൂർ അത് പറയില്ല. എന്റെ ഭഗവതി, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയില്ല. കാരണം ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് 1-ാമത്തെ പേജിലെ 1-ാമത്തെ വാചകം മുതൽ ഒന്നിച്ചിരുന്ന് വായിച്ചവരാണ് അവരെല്ലാവരും. ഇതൊരു ഗൂഢാലോചനയാണ്. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഈ വിവാദങ്ങളിലൊക്കെ പൃഥ്വിരാജിന് വിഷമമുണ്ടോ? എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? അവന് എന്താണെന്നുള്ളത് സങ്കടം എന്ന് പറഞ്ഞാൽ, അവൻ ഇതൊന്നും കാണിക്കാതെ എന്തൊക്കെയോ എഴുതി ചേർത്ത് എടുത്തതാന്ന് പറഞ്ഞ ധ്വനിയില് ആരൊക്കെയോ സംസാരിച്ചിട്ടുണ്ട്, മേജർ രവി അടക്കം. എല്ലാരും കൂടി ശരിക്കും മർമ്മത്തന്നെ ഇട്ട് തട്ടി തന്നല്ലോ. മാമനും ഈ കള്ളസ്വാമിമാരുടെ കൂടെ കൂടിയേക്കാണല്ലേ. മേജർ രവി പറയുന്നത് മോഹൻലാലിന് വേണ്ടി പോസ്റ്റ് ഇട്ടു എന്ന തരത്തിലാണ് മേജർ രവിയുടെ പോസ്റ്റ് കണ്ടത്. അതിന് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്നും എന്താണ് അദ്ദേഹത്തിന് മോഹൻലാലിൽ നിന്ന് കിട്ടാനുള്ളതെന്നും എനിക്കറിയത്തില്ല. ഇവനെ സൂക്ഷിക്കണം, ഇവനിതിലെന്തോ കൈയുണ്ട്. അല്ലെങ്കിൽ പിന്നെ പടം കണ്ട് ഞങ്ങളോടൊക്കെ വന്ന് ഇറങ്ങി, അയ്യോ ഇത് ഹിസ്റ്ററി ആവും മോനെ, ചരിത്ര നേട്ടമാണിത്. അതന്നത്തെ ചോരത്തിളപ്പിന് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഹോളിവുഡിൽ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെയൊക്കെ വലിയ കെട്ടിപ്പിടിച്ച്, അയ്യോ എന്റെ പൊന്നി ചേച്ചി അമ്മയാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പോയ ഒരാള് 2 ദിവസം കഴിയുമ്പോൾ പൃഥ്വിരാജ് ചതിച്ചു ചെയ്തതാണെന്ന് പറയണമെങ്കിൽ ഇത്രയുള്ളോ ഇവരുടെയൊക്കെ വാക്കിന്റെ വില? ഇവരൊക്കെ വാക്കിന് നേരും നെറിയുമില്ലാത്ത കള്ളപ്പരിശ. ഇവരുടെയൊക്കെ വാക്കിന്റെ വില? ഇവരൊക്കെയാണോ ദേശം നോക്കുന്ന കമാൻഡോസ് ഒക്കെ പറയുന്നത്? നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. ഇവിടെ നീ എവിടെങ്കിലും വിളമ്പിക്കൊണ്ട് നടന്നാൽ ഇനിയുള്ള നിന്റെ കലാജീവിതം സെൻട്രൽ ജയിലിലായിരിക്കും.